ഈശ്വര അല്ലാ തേരേ നാം എന്ന് പറഞ്ഞു പഠിച്ച സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മതം മുലപ്പാലിനൊപ്പം നുണയുന്ന മനുഷ്യർക്കിടയിലാണ് ഒരൊറ്റ രാത്രി കൊണ്ട് അപരമത വിദ്വേഷത്തിന്റെ വിഷവിത്തുക്കൾ മത തീവ്രവാദികൾ പാകിയത്. നിരായുധർക്കും നിരപരാധികൾക്കും നേരെ നിറയൊഴിക്കാൻ ഏതു മതം ആരെയാണ് പഠിപ്പിച്ചത്? കൺമുന്നിൽ പിടഞ്ഞു വീഴുന്ന മനുഷ്യന്റെ ചോരയ്ക്കും നിലവിളിക്കും ഞെരുക്കത്തിനും മുകളിൽ ഏത് സ്വർഗത്തെയാണ് തലമുറകളെ മതമൂട്ടി വളർത്തുന്നവർ പ്രതീക്ഷിക്കുന്നത്? വിവാഹത്തിനണിഞ്ഞ മൈലാഞ്ചിയുമായി മുൻപേ പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ നിലവിളി മനുഷ്യനായി പിറന്നവന് ഒരു കാലത്തും മറക്കാനാകില്ല. ജീവിതത്തിന്റെ ഏറ്റവും നിറമുള്ള ഓർമ്മകൾ തേടി താഴ്വരയിലേക്ക് എത്തിയ മനുഷ്യരുടെ പ്രതീക്ഷകൾ ചുടുചോരയുടെ ചൂരിൽ മുക്കിയ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഈ രാജ്യം ഒരിക്കലും മാപ്പും നൽകില്ല. മുൻപൊരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മനുഷ്യന്റെ നേരെ നീണ്ട തോക്കിൻ കുഴൽ സ്വന്തം മാറിലേക്ക് ചേർത്ത് വെച്ചവന്റെ മതവും അവന് നേരെ നിറയൊഴിച്ചവന്റെ മതവും എങ്ങനെയാണ് ഒന്നാകുക? തീവ്രവാദികൾ പലതവണ എത്തിയ ആക്രമണത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കിയത് ഈ രാജ്യത്തെ ഒരു സംവിധാനങ്ങളും അറിയാതെ പോയത് ആരുടെ പരാജയമാണ്? തിരിച്ചടിക്കുമെന്നും മാപ്പില്ലെന്നും പൊറുക്കില്ല എന്നുമൊക്കെ പറയുന്നതിനും കാത്തിരുന്ന സുവർണാവസരത്തിൽ കപടദേശീയതയും അപരവിദ്വേഷവും ആളിക്കത്തിക്കുന്നതിനുമൊക്കെ അപ്പുറം അസ്ഥിരതയുടെയും അസ്വസ്ഥതയുടെയും താഴ്വരയിൽ ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നതിന്റെ ഉത്തരം കൂടി ഈ നാടിനറിയണം. പാകിസ്ഥാന്റെ മണ്ണിലിരുന്ന ഒരാൾ കശ്മീരിന്റെ പേരിൽ മുസ്ലിം വികാരം ആളിക്കത്തിക്കാൻ ശ്രമിച്ചിട്ടും അതിനെ എങ്ങനെ ഈ രാജ്യം പ്രതിരോധിച്ചു എന്നതിന്റെ മറുപടി കൂടി വേണം. ഇസ്ലാമിക തീവ്രവാദത്തെയാണ് ഇവിടെ എതിർക്കേണ്ടത്. തീവ്രവാദത്തെ എതിർക്കുകയെന്നാൽ അതിന്റെ കുന്തമുന ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് നേരെ തിരിച്ചുവെക്കുക എന്നതല്ല അർത്ഥം. സംഘപരിവാറിന്റെ ഇസ്ലാമോഫോബിക് നറേറ്റീവുകളിൽ വീണുപോകാതെ ഇസ്ലാമിസ്റ്റുകളുടെ രാജ്യവിരുദ്ധ അജണ്ടകളെ പ്രതിരോധിക്കുകയാണ് ജനാധിപത്യവാദികൾ ചെയ്യേണ്ടത്. തീവ്രവാദത്തിന്റെ ഇരുട്ടുവിഴുങ്ങിയ താഴ്വരയിൽ മനുഷ്യ സ്നേഹത്തിന്റെ മെഴുതിരിവട്ടം തെളിച്ച ഇനിയൊരു ഒഴിവുകാലത്തെയും കാത്തിരിക്കുന്ന മനുഷ്യർ ചോദിക്കുന്നു, ഈ യുദ്ധം ആരോടാണ്, ആരൊക്കെ തമ്മിലാണ്? ഇന്ന് ഈ വിഷയത്തിൽ അതിഥികളായി പങ്കെടുക്കുന്നവർ: KT കുഞ്ഞിക്കണ്ണൻ CPIM-ൽ നിന്നും, പ്രിഞ്ചു മഹാദേവ് BJP നേതാവ്, MK ഭദ്രകുമാർ നയതന്ത്ര രംഗത്തെ വിദഗ്ധൻ, MD ചാക്കോ റിട്ടയർഡ് ബ്രിഗേഡിയർ എന്നിവരാണ്. ആദ്യം പ്രിഞ്ചു മഹാദേവിലേക്ക്. പ്രിഞ്ചു മഹാദേവ്, തീവ്രവാദികൾ ഈ രാജ്യത്തിനെതിരെ നടത്തിയ ആക്രമണം, അതിന് ആ നിലയിൽ തന്നെ മറുപടി നൽകുക എന്നുള്ളത് വാസ്തവത്തിൽ ഈ രാജ്യത്തിന്റെ തന്നെ ആവശ്യമാണ്. അപ്പോൾ ആ നിലയിലുള്ള ചർച്ചകളും തിരക്കിട്ട നീക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നതാണ് ഈ മണിക്കൂറുകളിൽ മനസ്സിലാക്കുന്നത്. എന്താണ് ഇനി രാജ്യം പ്രതീക്ഷിക്കേണ്ടത് എന്നത് ഒന്നാമത്തെ ചോദ്യം. അതിനോടൊപ്പം തന്നെ പലതവണ തീവ്രവാദികൾ ഈ മേഖലകളിലേക്ക് എത്തുകയും അവിടുത്തെ സാഹചര്യങ്ങളും സ്ഥിതിഗതികളും മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിനോദസഞ്ചാരികളെ തെരഞ്ഞുപിടിച്ച് നടത്തുകയും ചെയ്തൊരു ആക്രമണം. എവിടെയാണ് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് പാളിയത്, ഈ രാജ്യത്തിന് പാളിയത്? ഒന്നാമത്തെ കാര്യം, അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അസ്ഥിരമായിട്ടുള്ളൊരു കാശ്മീരോ അല്ലെങ്കിൽ അസ്വസ്ഥമായ ഒരു കാശ്മീരോ അല്ല ഇപ്പോൾ നിലവിലുണ്ടായിരുന്നത്. കാശ്മീരിനെ അസ്വസ്ഥമാക്കുക അല്ലെങ്കിൽ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ഗൂഢാലോചന അല്ലെങ്കിൽ ഒരുപറ്റം മതതീവ്രവാദികളുടെ ഭീകരവാദികളുടെ ആഗ്രഹം, ആ ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണം എന്ന രീതിയിലാണ് വളരെ ആസൂത്രിതമായിട്ട് അവർ ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത്. ആക്രമണം നടന്ന് 24 മണിക്കൂർ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ തിരശ്ശീലയ്ക്ക് നിന്നവരും അതിനുവേണ്ടി തയ്യാറായ ആളുകളെ ഒന്നും തന്നെ വെറുതെ വിടാൻ പോകുന്നില്ല നമ്മുടെ രാജ്യം. അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാശ്മീരിൻ്റെ കഴിഞ്ഞ ആർട്ടിക്കിൾ 370 അത് എടുത്തു കളഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാശ്മീരിലുണ്ടായിട്ടുള്ള മാറ്റം, കാശ്മീരിലെ സിവിലിയന്മാർക്ക് ആവശ്യം മതഭീകരവാദമല്ല, അതിനപ്പുറത്തേക്ക് വികസനമാണ് എന്നത് ഉറപ്പുവരുത്തിയ സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് കാശ്മീരിനകത്തുണ്ടായിട്ടുള്ള വിഷയങ്ങൾ നമുക്കറിയാം. സ്വാഭാവികമായിട്ട് സിവിലിയന്മാരൊക്കെ ഒരു പരിധി വരെ തന്നെ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈന്യത്തിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള വലിയ ആസൂത്രിതമായിട്ടുള്ള പോരാട്ടമാണ് നടത്തിയിരുന്നത്. പക്ഷേ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന സംവിധാനം മാറ്റിയതിന് ശേഷം അവിടുത്തെ യുവാക്കൾക്ക് ആവശ്യം തീവ്രവാദമല്ല, മതഭീകരവാദമല്ല, അതിനപ്പുറത്ത് വികസനമാണ്, തൊഴിലാണ് എന്ന രീതിയിലേക്കാണ് കാശ്മീരിലെ ജനത ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാശ്മീരിൽ ഒരു ആക്രമണം ഉണ്ടായതിനു ശേഷം അതിനെതിരെ ഏറ്റവും അധികം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുള്ള കാശ്മീർ ജനതയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന ഭീകരവാദികൾ മതം നോക്കിയിട്ട് അനവധി അന്യമത വിദ്വേഷത്തിന്റെ പേരിൽ അനവധി ആളുകളെ കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിലും അവിടെ സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഈ മതഭീകരവാദികൾക്കെതിരെ ചെറുത്തുന്നത് കൊണ്ട് പേരിൽ അവിടെ അദ്ദേഹം മരണപ്പെടുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? കാശ്മീരിലെ യുവാക്കൾ ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇന്ന് നോക്കൂ, അവിടത്തെ മുഖ്യധാര മാധ്യമങ്ങളായിക്കോട്ടെ, അവിടുത്തെ തെരുവീതികളൊക്കെ ഇന്ത്യക്ക് അനുകൂലമായി കൊണ്ട് മുദ്രാവാക്യങ്ങൾ. മഹാദേവ്, ഒരു
നിമിഷം ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ദയവായി ക്ഷമിക്കണം, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഈ കശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ ഒരു നിമിഷം അതിന്റെ വിവരങ്ങളിലേക്ക് ഒന്ന് പോകുകയാണ്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി പ്രസാദ് മൃതദേഹം ഏറ്റുവാങ്ങുന്നു. മറ്റ് ജനപ്രതിനിധികളൊക്കെയും തന്നെ, പ്രതിപക്ഷ നേതാവൊക്കെയും തന്നെ അവിടെ ഉണ്ട്. അമൽനാഥ് പാടിച്ചാൽ കൂടിയുണ്ട് അവിടെ നിന്നും. അമൽനാഥ്, ഒരു ഒഴിവുകാലം ചെലവഴിക്കാനായി താഴ്വരയിലേക്ക് പോയ രാമചന്ദ്രനും കുടുംബവും അദ്ദേഹം ഇപ്പോൾ ജീവനില്ലാതെ ജന്മനാട്ടിലേക്കും അദ്ദേഹത്തിൻ്റെ മണ്ണിലേക്കും മടങ്ങിയെത്തുന്നു. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്, ജനപ്രതിനിധികളൊക്കെയും ചേർന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? നിലവിലിപ്പോൾ രാമചന്ദ്രൻ്റെ മൃതദേഹം ഈ എയർപോർട്ടിന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അല്പസമയം മുൻപാണ് എയർ ഇന്ത്യയിൽ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് മൃതദേഹം എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് കൊണ്ടുവന്ന് പുറത്ത് സജ്ജീകരിച്ച ആ ഒരു മേശയിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ മൃതദേഹം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ജനപ്രതിനിധികൾ അടക്കം നിലവിൽ ഈ ഒരു എയർപോർട്ടിന് പുറത്ത് നിലവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദും ഒപ്പം തന്നെ കളക്ടർ ഉമേഷുമാണ് സർക്കാരിന് വേണ്ടി ഈ മൃതദേഹം ഏറ്റുവാങ്ങുക. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി പി പ്രസാദ് റീത്ത് സമർപ്പിക്കുകയും ചെയ്യും. അതേസമയം മറ്റ് ജനപ്രതിനിധികൾ അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BJP ദേശീയ സെക്രട്ടറി അരവിന്ദ് മേനോൻ, ഹൈബി ഇഡൻ, ബെന്നി ബെഹന്നാൻ എന്നിങ്ങനെ നിരവധി ജനപ്രതിനിധികളാണ് നിലവിൽ ഈ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എത്തിച്ചു. ഇതിനുശേഷം ഇനി ഇവിടെ നിന്നും വളരെ പെട്ടെന്ന് തന്നെ റെനെ മെഡിസിറ്റി ആശുപത്രിയിലേക്കാണ് ഈ മൃതദേഹം കൊണ്ടുപോവുക. അവിടെ ഒരു ദിവസം അവിടെ മോർച്ചറിൽ സൂക്ഷിക്കും. അടുത്ത ദിവസത്തോടു കൂടി ഈ രാമചന്ദ്രൻ്റെ സഹോദരൻ പുറത്തുനിന്ന് വിദേശത്തു നിന്നും വരുവാനുണ്ട്. അദ്ദേഹം നാളെ വൈകുന്നേരത്തോടു കൂടിയാകും എത്തിച്ചേരുക. അദ്ദേഹത്തിനൊന്ന് അവസാനം ഒരു നോക്ക് കാണുവാൻ വേണ്ടി നാളെ ഇത്തരത്തിൽ മോർച്ചറിൽ സൂക്ഷിച്ചതിന് ശേഷം വെള്ളിയാഴ്ചയോടെ ആയിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ 9 മണി വരെ ഇടപ്പള്ളിയുള്ള ചങ്ങമ്പുഴ പാർക്കിൽ 2 മണിക്കൂർ ഇത്തരത്തിൽ പൊതുദർശനം നടത്തും. അതിനുശേഷം 9:30 ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഈ 9:30 മുതൽ 11:30 വരെയുള്ള 2 മണിക്കൂർ മറ്റ് കർമ്മങ്ങൾ നടക്കുകയും അതിനുശേഷം 12 മണിയോടുകൂടി ഇടപ്പള്ളിയിലെ പൊതു ശ്മശാനത്തിൽ സംസ്കരണ ചടങ്ങുകൾ അടക്കം നടക്കുകയാകും ചെയ്യുക. ഇന്ന് ഉച്ചയ്ക്ക് 1:20 ഇത്തരത്തിൽ ശ്രീനഗറിൽ നിന്നും ഈ ഭൗതിക ശരീരവുമായി വിമാനം പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഡൽഹി വഴി കൊച്ചിയിലേക്ക് എത്തും എന്നായിരുന്നു നിശ്ചയിച്ചത്. പിന്നീട് ആ റൂട്ട് മാറ്റി മുംബൈ വഴിയാണ് എത്തിച്ചേർന്നത്. 4:15 മുംബൈയിൽ എത്തുകയും അവിടെ നിന്നും എയർ ഇന്ത്യയിൽ 5:20 വീണ്ടും യാത്ര ആരംഭിച്ച അല്പസമയത്തിന് മുന്നേ 8 മണി കഴിയുന്നതോടുകൂടിയാണ് ഈ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഈ ഭൗതിക ശരീരം എത്തിച്ചത്. നിലവിൽ ഇപ്പോൾ പുറത്ത് ആ ഭൗതിക ശരീരം അല്പസമയം ഇവിടെ എത്തിച്ചേർന്ന ജനപ്രതിനിധികൾ അടക്കം ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. സർക്കാരിന് വേണ്ടി ആ ഭൗതിക ശരീരം നിലവിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർക്കത് കൈമാറും കൂടിയാണ് ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ മന്ത്രി പി പ്രസാദാണ് ഇത്തരത്തിൽ പ്രസാദും ജില്ലാ കളക്ടർ SSK ഉമേഷുമാണ് ഈ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുന്നത്. ഒപ്പം തന്നെ മന്ത്രി തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി റീത്ത് സമർപ്പിക്കുകയും ചെയ്യും. ശരി, അമൽനാഥ് പാടിച്ചാൽ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ വ്യക്തി കൂടിയാണ് രാമചന്ദ്രൻ. ആ നിലയിലുള്ള മടക്കം അദ്ദേഹത്തിന് നൽകേണ്ടത് ഈ നാടിൻ്റെ കടമ കൂടിയാണ്. അതാണ് ഇപ്പോൾ ജനപ്രതിനിധികൾ ഒന്നാകെ അവിടേക്ക് എത്തിച്ചേരുകയും ഒരേ മനസ്സോടെ അദ്ദേഹത്തിന് മൃതദേഹം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അമൽനാഥ് പാടിച്ചാൽ വിവരങ്ങൾ നൽകുകയും ചെയ്തു. വീണ്ടും ഞാൻ പ്രിൻറ്റുവിലേക്ക് പോകുന്നു. പ്രിൻറ്റു, മറ്റ് അതിഥികളിലേക്ക് കൂടി പോകണം. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രിൻറ്റു സൂചിപ്പിച്ചതുപോലെ കശ്മീരിലെ നിലവിലെ സാഹചര്യം അത് മുൻപത്തെ പോലെ അത്ര കണ്ട് ഭീതിതമായിരുന്നില്ല എന്നൊരു ആത്മവിശ്വാസം, അതൊരു പക്ഷേ അമിത ആത്മവിശ്വാസം എന്ന് തന്നെ പറയാം. അപ്പോൾ ആ നിലയിലുള്ള ഒരു ഇടപെടലാണോ ഇങ്ങനെ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് പ്രിൻറ്റു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പാകിസ്ഥാനിൻ്റെ ആർമി ചീഫ് ഈ നിലയിൽ കശ്മീരുമായി ബന്ധപ്പെട്ടൊരു പരാമർശം നടത്തുകയും കശ്മീർ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലയിൽ ഒരു പ്രസംഗം അത് വളരെ സജീവമായി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യവും ഒരു പശ്ചാത്തലവും നിലനിൽക്കുന്നുണ്ട്. അതിന് പിന്നാലെ ദിവസങ്ങൾക്കകമാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നത്. ആക്രമണത്തിന്റെ പ്രാഥമിക വിവരങ്ങളായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഭീകരർ ഇതിനു മുൻപും അവിടെ എത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അറ്റാക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഞാൻ ചോദിക്കുന്നത് നമുക്ക് എന്നുള്ള വാക്ക് തന്നെയാണ്. നമ്മുടെ സംവിധാനങ്ങൾക്ക്, നമ്മുടെ രാജ്യത്തിന് എവിടെയാണ് വീഴ്ച പറ്റിയത്?
അല്ല, ഇതിനകത്ത് പൊതുവെ കാശ്മീരിൻ്റെ സിവിലിയന്മാരെ ആക്രമിക്കുന്ന അപൂർവം കേസുകൾ മാത്രമാണ് കാശ്മീരിനകത്ത് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും നോക്കൂ, കഴിഞ്ഞൊരു 3 വർഷമായിട്ട് പ്രത്യേകിച്ച് കാശ്മീരിൻ്റെ ടൂറിസം മേഖലയിൽ വലിയ രീതിയിലുള്ള വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് 35 ലക്ഷം പേരാണ് 2024 മാത്രം കാശ്മീർ സന്ദർശിക്കാൻ പോയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നടക്കും 10,000-കണക്കിന് ആളുകളാണ് കാശ്മീരിലേക്ക് എത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ടൂറിസം മേഖലയിൽ ഇത്തരത്തിലുള്ള തീവ്രവാദി സംഘങ്ങൾ സിവിലിയന്മാരെ ആക്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് കരുതി കാണില്ല. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ സമയത്തും ഈ കാശ്മീരിലെ ജനതയാണ് ഈ ടൂറിസത്തെ ഏറ്റെടുത്തിട്ടുള്ളത്. അവരെല്ലാ കാലഘട്ടത്തിലും തോക്കിൻ്റെയോ വാൾമുനയിലോ മുൻപിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സമാധാനത്തിനപ്പുറത്തേക്ക് തന്നെ അവിടുത്തെ ജനത സ്വയം സമാധാനത്തിലേക്ക് വരികയും അവിടെ സ്വാഭാവികമായ വികസന പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഭീകരവാദികൾക്കും IS-നും അതുപോലെ തന്നെ പാകിസ്ഥാനും കൃത്യമായ ലക്ഷ്യമുണ്ട്. ഈ കാശ്മീരിൻ്റെ ശാന്തി തകർക്കണം, ഐക്യവും അഖണ്ഡതയും തകർക്കണം. അതോടൊപ്പം തന്നെ അവർ കൃത്യമായിട്ട് ഇന്നലത്തെ പദ്ധതി ഈ രാജ്യത്താകമാനം വർഗീയ കലാപം ഉണ്ടാക്കാനായിരുന്നു. അതുകൊണ്ടാണ് കൃത്യമായ മതത്തെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവർ ചോദ്യം ചെയ്യുന്നു. അവരുടെ ഉദ്ദേശം അതായിരുന്നു, ഈ രാജ്യത്ത് കലാപം ഉണ്ടാകണം, കാശ്മീരിന്റെ ശാന്തി തകർക്കണം, അതുപോലെ കാശ്മീരിലേക്കുള്ള ഇനിയുള്ള ടൂറിസ്റ്റുകളുടെ വരവിനെ തടയണം. അപ്പോൾ കൃത്യമായ ഒരു പദ്ധതിയാണ് IS-ഉം പാകിസ്ഥാനും ലഷ്കർ-ഇ-തൊയ്ബയും തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിനെ രാജ്യം ഒറ്റക്കെട്ടായി അഖണ്ഡതയോടെ ഐക്യതയോട് കൂടിയിട്ട് നമ്മൾ അവരെ നേരിടണം. കാരണം അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യ രാജ്യത്താകമാനം പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളെയും കണ്ടെത്തുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികളുടെയും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ശരി, ഞാൻ മടങ്ങി വരാം. പ്രിൻജു മഹാദേവ്, ശ്രീ MK ഭദ്രകുമാർ, നോക്കൂ, കശ്മീരിൽ സമാധാനം പുലരരുത് എന്നുള്ളത് ആരുടെ അജണ്ടയാണ്, ആരുടെ താല്പര്യമാണ്? പാകിസ്ഥാന്റെ താല്പര്യം അത് വളരെ വ്യക്തമാണല്ലോ. എല്ലാ കാലത്തും അങ്ങനെയല്ലേ നടന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ സാഹചര്യങ്ങൾ എന്താണ്. ഞാനിത് തുടക്കത്തിൽ ആദ്യം പറയാം. ലഷ്കർ-ഇ-തൊയ്ബയുടെ ഒരു പങ്കുണ്ടെന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി വരികയാണ്. അവർക്കൊരു പാരമ്പര്യമുണ്ട്. അവർ പാകിസ്ഥാനി പട്ടാളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. പാകിസ്ഥാനി പട്ടാളത്തിന്റെ ഗ്രീൻ ലൈറ്റിംഗ് ഇല്ലാതെ അവർ പ്രവർത്തിക്കുന്നു. ഇന്ത്യക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് ഒരിക്കലും ചിന്തിക്കാനാവില്ല. ഏത് തലത്തിൽ അവർക്ക് അറിവുണ്ടായിരുന്നു, ഏത് തരത്തിൽ പാകിസ്ഥാനി പട്ടാളത്തിന് ഇതിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞത് കണക്ക് അവിടുത്തെ സൈനിക മേധാവിയുടെ പ്രസ്താവന, അത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ ബ്ലൂ. യാതൊരു കാരണവുമില്ലാതെ, യാതൊരു പ്രൊവോക്കേഷനും ഇന്ത്യയിൽ നിന്നില്ലാതെ അദ്ദേഹം വളരെ അടുത്ത് എക്സസീവായിട്ട് അടിച്ചു. ജുഗുലർ വെയിൻസ് എന്നെല്ലാം പറയുന്ന വളരെ കടുപ്പമുള്ള രൂക്ഷമായിട്ടുള്ള ഭാഷയാണ്. അപ്പം അത്തരത്തില് അദ്ദേഹം സംസാരിച്ചതിൽ എന്ത് കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഈ മതത്തിന്റെ കാര്യം എനിക്ക് തോന്നുന്നില്ല അതിൽ കൂടുതൽ എംഫസിസ് അതാണെന്ന്. എൻ്റെ എനിക്ക് തോന്നുന്ന എംഫസിസ് ഇത് ഉള്ളത് ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു എംഫസിസ് ആണ് നമ്മൾ കാണേണ്ടത് ഇതില്ല. അത് ഈ അവിടുത്തെ ടാർഗറ്റിനെ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഹിൻഡർലാൻഡിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ, ഫോറിൻ ടൂറിസ്റ്റ്, അവരൊക്കെ വരുന്നു. അപ്പോൾ ഒരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. എന്താണ് ഇതിൽ നിന്നുള്ള മെസ്സേജ് വരുന്നത്? കാശ്മീർ പ്രശ്നം പരിഹരിക്കാതെ കിടക്കുന്ന ഒരു ബ്ലീഡിംഗ് വൂണ്ടാണ് ഇന്നും. അത് മറച്ചു വയ്ക്കാൻ ആരും ശ്രമിച്ചാലും അത് നടക്കില്ല എന്നുള്ള ഒരു മെസ്സേജാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോഴത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് അതിലേക്ക്. അപ്പോൾ അത് അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ നല്ലൊരു തോതിൽ പോകുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി വളരെ അപ്രീഷ്യബിൾ ആയിട്ട് പോകുന്നു. ഇന്ന് മേജർ ഇക്കോണമീസിലെ ഏറ്റവും വലിയ ഗ്രോത്ത് റേറ്റ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. പിന്നെ ഏറ്റവും പുറമേ ഉള്ളത് ഇതിന്റെ ഈ കാശ്മീരിലെ ഏലിയനേഷനോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും അത് വളരെയധികം ഷ്രിങ്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു റിപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് അവിടെ വന്നു കഴിഞ്ഞു. ആർട്ടിക്കിൾ 370 ചുറ്റിപ്പറ്റിയുള്ള കോൺട്രവേഴ്സികൾ ഏതാണ്ട് അത് ഒരു അംഗീകാരം കിട്ടുന്നത് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ തന്നെയും അതിനെ ആക്സെപ്റ്റ് ചെയ്തോ റിയലിസ്റ്റിക് ആയിട്ട് പ്രാഗ്മാറ്റിക് ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സന്നദ്ധത കാശ്മീരിലെ ഇലക്ടറേറ്റ് കാണിച്ചു. അത് ബോട്ടം ലൈനാണ്. തീർച്ചയായിട്ടും അത് നടന്നിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഈ ടൂറിസവും ഇതുമൊക്കെ വന്നു കഴിയുകയാണെങ്കിൽ അവിടുത്തെ ഇക്കോണമി വളരെ വളരെ നല്ല തോതിലാകും. അതിനാൽ നല്ല തോതിലാകുമ്പോഴത്തേക്ക് അത് കാശ്മീരിന്റെ ഇന്റഗ്രേഷൻ അത് വളരെ സഹായിക്കും. അപ്പോൾ എന്താണ് ഇതിനെല്ലാം ചുരുക്കത്തിൽ എടുക്കുന്ന സമയത്ത് അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ വാൻസ് ഇവിടെ ഇന്ത്യയിലുണ്ട്.
ആ സമയത്താണ് ഇത് നടന്നത്. ഒരിക്കുന്ന സമയത്ത് ഈ ഇന്ത്യ പാകിസ്ഥാന്റെ യാതൊരു സഹായവും തേടാതെ, പാകിസ്ഥാനോട് ഒരു അഭ്യർത്ഥനയും ഇല്ലാതെ പാകിസ്ഥാനെ സൈഡ് സ്റ്റെപ്പ് ചെയ്തിട്ട് ഈ കാശ്മീർ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം കാലം ഈ നാണയം വെച്ച് കളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഭീതി അവരുടെ മനസ്സിലുണ്ട് പാകിസ്ഥാന്. അപ്പോൾ ഇപ്പൊ ഒരു സൈനിക തലത്തിൽ ഇന്ത്യയെ ആക്രമിക്കുക എന്നുള്ളതിനുള്ള ഒരു ശേഷി അവർക്കില്ല. അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമാണ്. ഇതൊക്കെയാണ് ഇതിലെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കണ്ടന്റ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പാകിസ്ഥാനി പട്ടാളത്തിന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഒരു കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് ആണ്. എല്ലാ കാലത്തും അതങ്ങനെയായിരുന്നു. ഇത് കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ പാകിസ്ഥാനിലെ പൊളിറ്റിക്കൽ ഇക്കോണമിയിലുള്ള സൈന്യത്തിനുള്ള നിലനിൽപ്പ്, അത് ഈ കാശ്മീരുമായിട്ട് എല്ലാ കാലവും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധവും കാശ്മീരുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു വസ്തുതയാണത്. അപ്പൊ അതിൽ ഇപ്പോൾ അവർ കാണുന്നത്, അവർക്ക് അവരുടെ പാകിസ്ഥാനിലുള്ള പ്രതിച്ഛായ, സൈന്യത്തിനുള്ള പ്രതിച്ഛായ ഏതാണ്ട് മങ്ങി തുടങ്ങിയിരിക്കുകയാണ്. അത് ഇമ്രാൻഖാനുമായിട്ടുള്ള ഇടയിലിൽ സൈന്യം നഷ്ടപ്പെട്ടു. അവർക്ക് സൈന്യത്തിന് വിചാരിച്ച രീതിയിൽ അദ്ദേഹത്തിനെ അമർച്ച ചെയ്യാൻ പറ്റിയിട്ടില്ല, അമർച്ച ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അദ്ദേഹവുമായിട്ട് കോംപ്രമൈസിനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു അതേസമയം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട്, സൈന്യം ആയിട്ട് തീർച്ചയായിട്ടും ഒരു വിധത്തിലും ഒരു കോംപ്രമൈസിന് അദ്ദേഹത്തിന് സന്നദ്ധതയില്ലെന്നാണ് അദ്ദേഹം ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൈന്യം രാഷ്ട്രീയ രംഗത്ത് ഒന്നുമായിട്ടും പിന്മാറണം. അപ്പോൾ അവിടെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിനാണ് ഇമ്രാൻഖാൻ ഡിമാൻഡ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേൽമേറ്റ് അവിടെ വന്നുകൂടിയിരിക്കുകയാണ്. അപ്പൊ അത് കാരണം അവർക്ക് ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവിടെ വരുമ്പോൾ, പാകിസ്ഥാനിലെ ആഭ്യന്തര രംഗത്ത് ഉണ്ടാവുമ്പോൾ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി അവർ ചെയ്യുന്ന ഒരു മാർഗം ഇതാണ് ഒരു രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തത്, ഈ ജിയോ പൊളിറ്റിക്കലായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കണക്കിലെടുക്കേണ്ടത്, ഈ വാസ്തവത്തിൽ ഈ അഫ്ഗാനിസ്ഥാൻ പ്രശ്നം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ ഒരു ഘടകമായിട്ട് മാറി. റിഗ്രറ്റബിൾ ആണ്, അതിന്റെ ഒരു കാരണവുമില്ല, അങ്ങനെ ആകേണ്ടതായിട്ട് കാരണവുമില്ല, പക്ഷെ ആയി. ഏതാണ്ട് ഒരു 8-10 വർഷക്കാലം ഈ അമേരിക്ക അവിടെ യുദ്ധം ചെയ്യുന്ന കാലം ആയപ്പോഴേക്ക് ഈ 8-10 വർഷക്കാലം ഇതൊരു വലിയൊരു ഘടകമായിട്ട് മാറി. പക്ഷെ അവിടെ നിന്ന് അമേരിക്ക പിൻവാങ്ങിയതിന് ശേഷവും, താലിബാൻ ഭരണകൂടത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷവും പിന്നെ അത്തരത്തിലുള്ള ഒരു സീറോസം മൈൻഡ് സെറ്റ് അത് വേണമെന്നില്ലായിരുന്നു അവിടെ. പക്ഷെ അതിൽ കടന്നുകൂടിയത് പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള ബന്ധം. ഞങ്ങൾ ചുരുക്കം ചില ആളുകൾ ഇത് പ്രവചിച്ചിരുന്നു, ഇത്തരത്തിലുള്ള ഒരു കാര്യം നടക്കാൻ അവിടെ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് ഇന്ത്യ താലിബാനുമായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ എല്ലാ കാലവും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയും താലിബാനും തമ്മിലുള്ള ബന്ധം വളരെ നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മളുടെ കാഴ്ചപ്പാടുകൾ അവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കിന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് സംശയങ്ങൾ ഉദിച്ചിട്ടുണ്ട് പാകിസ്ഥാനിന്റെ മനസ്സിൽ. അവിടെ ഇന്ത്യയുടെ സ്വാധീനം വളരെ കൂടുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അവർക്ക് പാകിസ്ഥാന് ബലൂചിസ്ഥാനിൽ വലിയ പ്രശ്നമുണ്ട്. പാകിസ്ഥാന് ചൈനയുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് അതിൽ ഈ അവിടുത്തെ ഈ ഭീകരവാദികൾ, ബലൂചിസ്ഥാനിലെ ഭീകരവാദികൾ ചൈനക്കാരെ ആക്രമിക്കുന്നത് അത് ഒരു വലിയ നെഗറ്റീവ് ഫാക്ടറായിട്ട് മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ ചൈന ബന്ധത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് അവർക്കൊരു ഭീതി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇന്ത്യ ഇത്തരത്തിലുള്ള കക്ഷികളെ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഈ ബലൂച്ചി എക്സ്ട്രീമിസ്റ്റിനെ ഇന്ത്യയിൽ നിന്ന് അവർക്ക് ഇന്ത്യ പിന്താങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം നമുക്കുണ്ട്. അപ്പോൾ അത് അവർ പരസ്യമായിട്ട് അത് സംസാരിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. എപ്പോഴെങ്കിലും ആക്രമണം വരികയാണെങ്കിൽ ഇന്നിപ്പോ പറയുന്നത് അവരുടെ ശത്രുക്കളുടെ ഒരു തന്ത്രമാണിതെന്ന രീതിയിൽ അവർ സംസാരിക്കുന്നു. അപ്പോൾ അത് വേറൊരു ജിയോ പൊളിറ്റിക്കൽ ആസ്പെക്ട് ആണ് ഇതിൽ. അപ്പൊ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ സ്റ്റാൻഡിങ് ഇന്നത്തെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഇനിയിപ്പോഴുള്ള സൂചനകൾ അനുസരിച്ച് അമേരിക്കയുമായിട്ടുള്ള ബന്ധം
വളരെ വലിയ തോതിൽ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ട്രംപുമായിട്ട് പ്രധാനമന്ത്രി മോഡിക്ക് വളരെ നല്ല രീതിയിൽ ബന്ധമുണ്ട്. അപ്പൊ അതിന്റെ വാൻസിന്റെ സന്ദർശനം തന്നെ അത് കാണിക്കുന്നുണ്ട്. എന്ത് വളരെ വോമായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മാറിയിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ പാകിസ്ഥാന് ഇതാണ് പറയുന്നത്, ഒരു ഈ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ വിട്ട് പോയി കഴിഞ്ഞു അവർ അവിടെ പ്ലാറ്റ്ഫോറത്തിൽ എത്തിയത് അത്തരത്തിലുള്ള ഒരു പേടിയാണ്. ട്രെയിൻ ഇസ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ എന്നുള്ള ഒരു ഭീതിയാണ് അവർക്ക്. അപ്പൊ ഈ സാഹചര്യത്തിലാണ് ഞാനിത് കാണുന്നത്. ഞാൻ കൂടുതൽ ഇതിലും പറയുന്നില്ല. ഈ മതത്തിന്റെ പേരിലുള്ള ഒരു അത്തരത്തിലുള്ള ഒരു കളിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. ശരി സർ, ഞാൻ മടങ്ങി വരാം സർ. ഞാൻ അവിടെ ഒന്ന് ഇടപെടുന്നു മടങ്ങി വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, കശ്മീർ ഇങ്ങനെ ഉണങ്ങാത്ത മുറിവാക്കി നിർത്തുക എന്നുള്ളത് പാകിസ്ഥാന്റെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വികാരം ആളിക്കത്തിക്കണമെങ്കിൽ അതിന് കശ്മീരികളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ചില ഇടപെടലുകളോ ചില പ്രതികരണങ്ങളോ അങ്ങനെ ഒരു വികാരമെങ്കിലും വേണം. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അതില്ല എന്നുള്ളതാണ് നമ്മൾ പൊതുവിൽ കശ്മീരിൽ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഇടപെടൽ. അവിടുത്തെ കശ്മീരികൾ ഇന്നിപ്പോൾ മടങ്ങി വരുന്ന വിനോദസഞ്ചാരികളോടൊക്കെ ഇത് ഞങ്ങളുടെ അറിവോടുകൂടി അല്ല, ഇത് ഞങ്ങൾ ചെയ്തതല്ല, നിങ്ങൾ ഇനിയും വരണം എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ബ്രിട്ടീഷുകാരുടെ കാര്യത്തിൽ പറയില്ലേ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊക്കെ, അപ്പോൾ ആ നിലയിലുള്ളൊരു ഇടപെടലാണോ ഇവിടെ പാകിസ്ഥാൻ ഉദ്ദേശിച്ചത്? ഇവിടെ ഡോക്ടർ ഭദ്രകുമാർ പറഞ്ഞതുപോലെ ഈ പാകിസ്ഥാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയവും പ്രത്യേകിച്ച് ഈ ബലൂചിസ്ഥാൻ വിഘടനവാദികൾ ഉയർത്തുന്ന വെല്ലുവിളിയും അതിന് താലിബാൻ കൊടുക്കുന്ന പിന്തുണയൊക്കെ പാകിസ്ഥാനിലെ രാഷ്ട്രീയത്തിൽ വലിയ അരക്ഷ്യത്തുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചരിത്രപരമായി തന്നെ ഈ ബലൂചിസ്ഥാൻ വിഘടനവാദത്തെ ഇന്ത്യ പ്രൊമോട്ട് ചെയ്തതായിട്ട് ഒരു കാലത്ത് വലിയ ആരോപണം ഉയർന്നു വന്നിരുന്നു. നമ്മുടെ റോ എന്ന് പറയുന്ന രഹസ്യാന്വേഷണ ഏജൻസി, റിസർച്ച് ആൻഡ് അനലിസ്റ്റ് വിങ് ബലൂചിസ്ഥാനികൾക്ക് അവിടുത്തെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സപ്പോർട്ട് കൊടുക്കുന്നതായിട്ടുള്ള വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. പാകിസ്ഥാൻ സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് അത് ഉന്നയിച്ചിരുന്നു. പാകിസ്ഥാനിലെ ഡോൺ പോലുള്ള ദേശീയ പത്രങ്ങൾ ഇതിൻ്റെ വിശദാംശങ്ങൾ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ കാശ്മീരിനെ നിമിത്തമാക്കി ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാൻ നടത്തുന്ന വലിയ രീതിയിലുള്ള അസ്ഥിരീകരണ പ്രവർത്തനങ്ങളോടുള്ള ഒരു പ്രതികരണം എന്ന നിലക്കാണ് ബലൂചിസ്ഥാൻ വിഭജനവാദത്തെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കാലത്ത് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. പക്ഷേ എന്തായാലും ഈ ഏഷ്യൻ പസഫിക്കിലെ അമേരിക്കൻ താല്പര്യങ്ങളുമായി ചേർന്ന് ഈ മേഖലയിലെ ഒരു അമേരിക്കൻ സ്റ്റൂജായിട്ടാണ് ചരിത്രത്തിൽ പാകിസ്ഥാൻ എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യ അതിശക്തമായ ചേരിചേരാ നിലപാട് സ്വീകരിച്ച് സോവിയറ്റ് പക്ഷപാതപരമായ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അന്നത്തെ ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഇന്ത്യ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയെ അസ്ഥിരീകരിക്കുക, പ്രത്യേകിച്ച് നെഹ്റുവിൻ്റെ കാലം മുതൽ ചൈനയിൽ വിപ്ലവം നടന്നതുപോലും ചൗവല്യായുമായിട്ട് നെഹ്റു പുലർത്തുന്ന സൗഹൃദം, ചേരിചേരാ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ചൗവല്യായും നെഹ്റുവും ഒക്കെ ചേർത്തുകൊണ്ട് നടന്ന നീക്കം, ഇതിലെല്ലാം തന്നെ അമേരിക്ക എന്ന് പറയുന്ന വൻശക്തിക്കുണ്ടായിരുന്ന അസംതൃപ്തിയും രോക്ഷവുമൊക്കെ അവർ പാകിസ്ഥാനെ വെച്ച് ഇന്ത്യയെ അസ്ഥിരീകരിക്കാൻ അവിടെ പരിശീലിപ്പിക്കപ്പെട്ട തീവ്രവാദികളെ ഇളക്കി വിട്ടുകൊണ്ട് എല്ലാ കാലത്തും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ കാശ്മീരിൻ്റെ പ്രശ്നം പോലും ഈ രീതിയിൽ വലിയ രീതിയിൽ എന്നും ഒരു മുറിവാക്കി നിലനിർത്തുന്നതിന് അമേരിക്കക്ക് വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ലഷ്കർ ഇ തൊയ്ബയാണെന്നാണ് അന്വേഷണ ഏജൻസികളൊക്കെ ഈ ബസേലിൻ താഴ്വരയിലുണ്ടായി ഭീകരമായ ഈ പേടിപ്പെടുത്തുന്ന ഈ കൂട്ടക്കൊലക്ക് പിന്നിലെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ, അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത്. ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയൊക്കെ ആരാണ് രൂപപ്പെടുത്തിയത്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഫ്ഗാനിസ്ഥാനിലെ പഴയ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ, ഡോക്ടർ നജീബുള്ളയുടെ സർക്കാരിനെ അസ്ഥിരീകരിക്കാൻ വേണ്ടി ഈ പാകിസ്ഥാൻ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ മദ്രസകളിലാണ് ഈ താലിബാൻ ഉൾപ്പെടെയുള്ള എല്ലാ വിധ്വംസ ഗ്രൂപ്പുകളും മുജാഹിദീൻ മിലിറ്ററിയും പരിശീലിപ്പിച്ച് എടുത്തത്. അങ്ങനെ പരിശീലിപ്പിക്കപ്പെടുത്ത ആളുകൾ ഈ അഫ്ഗാൻ ദൗത്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ നജീബുള്ളയുടെ ഗവൺമെൻറ്, സോവിയറ്റ് യൂണിയയുടെ പിന്മാറ്റം, നജീബുള്ളയുടെ ഗവൺമെൻറ് പതനം, അതിനുശേഷം ഈ സൈനികർ എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ അസ്കർ അലി എഞ്ചിനീയർ, അദ്ദേഹം ഹസ്രത് ബാൽ പള്ളിയിൽ ഭീകരവാദികളുടെ അക്രമം ഉണ്ടായപ്പോൾ, ശ്രീനഗറിൽ വലിയ രീതിയിൽ അക്രമം ഉണ്ടാവുകയും വലിയ പരിഭ്രാന്തി രാജ്യത്ത് പടരുകയും ചെയ്തപ്പോൾ ഡോക്ടർ അസ്കർ അലി എഞ്ചിനീയർ ദിവസങ്ങളോളം ഈ കാശ്മീരിൻ്റെ അതിർത്തി മേഖലകൾ താഴ്വരയിൽ താമസിച്ച് അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിച്ച് ഹിന്ദു പത്രത്തിൽ തുടർച്ചയായി എഴുതുകയുണ്ടായി. അദ്ദേഹം സൂചിപ്പിച്ചത് കാശ്മീർ അഫ്ഗാൻ ദൗത്യം കഴിഞ്ഞ ഈ മുജാഹിദീൻ മിലിറ്റൻറ്റുകളാണ് കാശ്മീരിലേക്ക് വന്നിട്ടുള്ള റിക്രൂട്ട് ചെയ്യപ്പെട്ടത്.
ഇപ്പോൾ ഇന്ന് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് തൊട്ട് ലഷ്കർ ഇ തൊയ്ബ തൊട്ട് ഇപ്പോൾ കാശ്മീർ തടിയിൽ നിരന്തരം അസ്വസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഹിസ്ബുൾ മുജാഹിദീൻ തൊട്ട് എല്ലാ ഗ്രൂപ്പുകളും പഴയ ഈ അഫ്ഗാനിസ്ഥാനെ അസ്ഥിരീകരിക്കാൻ വേണ്ടി സ്കൂൾ ഓഫ് അമേരിക്കയും അമേരിക്കാസും CIA ചേർന്ന് പരിശീലിപ്പിച്ച പാകിസ്ഥാനിലെ മദ്രസകൾ എന്ന് പേരിട്ട് വിളിക്കുന്ന തീവ്രവാദികളെ ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ രൂപപ്പെടുത്തിയെടുത്ത ആ ഭീകരവാദ സംഘങ്ങളുടെ തുടർച്ചയാണ്. അതിൻ്റെ പരിശീലനവും അതിൻ്റെ ഈ ഒരു ആധുനിക ജിഹാദിസം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഈ പുതിയ ഭീകരവാദത്തിൽ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട ഗ്രൂപ്പുകളാണ് ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയിട്ടുള്ള നിരവധി ഗ്രൂപ്പുകൾ. ഇത് പല ഘട്ടങ്ങളിലും പല നേതാക്കളുടെ യഥാർത്ഥത്തിൽ നാമങ്ങളിൽ പല രൂപാന്തരങ്ങൾ വരുത്തും. പക്ഷേ ഇവരെല്ലാം തന്നെ ഈ മേഖലയിലെ ഒറ്റ സ്ട്രാറ്റജിയുടെ, ഈ മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങളുടെ സ്റ്റൂജായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ചില പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടി വരും. ഇന്ന് അമേരിക്ക ആഗോള തലത്തിൽ വലിയ രീതിയിലുള്ള ഒറ്റപ്പെടൽ നേരിടുന്നുണ്ട്. അത് ഒന്നാമത്തെ പ്രശ്നം എന്താണ്? അമേരിക്കക്ക് എതിരായിട്ട് വ്യാപാര രംഗത്ത് ചൈന നേടുന്നവൻ മേൽക്കൈയാണ്. 141 രാജ്യങ്ങൾ അംഗങ്ങളായി വരുന്ന, അവർ ബന്ധപ്പെടുന്ന ഒരു വലിയ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി വരുന്നു. ലോകത്തിൻ്റെ എല്ലാ വിപണികളിലും പരമ്പരാഗതമായ അമേരിക്കൻ വിപണി എന്ന് പറയാവുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് മേഖലകളിൽ ചൈന നേടുന്ന മേൽക്കൈ, ചൈനയ്ക്ക് വലിയ രീതിയിൽ ആക്സസ് ഉണ്ടാകുന്ന അവസ്ഥ, ഇതെല്ലാം തന്നെ വലിയ അസ്വസ്ഥത അമേരിക്കക്ക് ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ എപ്പോഴും എന്താണ്? ഈ തങ്ങൾക്കെതിരാവുന്ന രാഷ്ട്രങ്ങളെ അസ്ഥിരീകരിക്കുന്ന, ബാൾക്കനൈസ് ചെയ്യുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഈ മേഖലയിലെ ഇപ്പോൾ അസ്വസ്ഥകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഈ വൻശക്തി രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ താല്പര്യമാണ്. ഇതിനകത്തെല്ലാം തന്നെ എന്താണ്? ഈ മേഖലയിൽ അമേരിക്കൻ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് കാശ്മീരിൽ ഈ രീതിയിലുള്ള ഒരു ഭീകരമായ ആക്രമണം ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിതത്തിൻ്റെ ഏറ്റവും ഒരു അവധിക്കാലത്തെ ഏറ്റവും സുഖകരമായ നിമിഷങ്ങൾ തങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബൈസരൻ താഴ്വരയിലേക്ക് പോയത്. ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ ശ്രീനഗറിൽ വിമാനമിറങ്ങി ഈ ബൈസരൻ താഴ്വരയിലേക്ക് പോകുന്നത്. അവിടെ എന്തുകൊണ്ട് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായില്ല? നമ്മുടെ മിലിറ്ററി ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് ഇതിൽ ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. ആ വീഴ്ച എന്തുകൊണ്ട് ഉണ്ടായി എന്ന ചോദ്യം പുൽവാമയുടെ പിന്നീട് മിസ്റ്റർ സത്യമാലിക്കിൻ്റെ, അന്നത്തെ ജമ്മു കാശ്മീരിൽ സത്യമാലിക്കിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഒരു അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി വരുന്നുണ്ട്. കാശ്മീരിൽ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതുകൊണ്ട് അവിടെ സമാധാനം വന്നു, അവിടെ ആകെ പ്രശ്നം മാറി എന്നൊക്കെ ഇവിടെ BJPയുടെ പ്രതിനിധിയായിട്ടുള്ള എൻ്റെ സുഹൃത്ത് പ്രിൻറ്റ് മഹാദേവൻ പറയുന്നത് കേട്ടു. പക്ഷേ കാശ്മീരിൻ്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടില്ല. പക്ഷെ കാശ്മീരിൽ ഒരു പുതിയ സാഹചര്യം ഉണ്ടാവണം, സമാധാനമുണ്ടാക്കണം, മനുഷ്യർക്കിടയിൽ മതപരമായ ഭിന്നതകൾ എല്ലാം മാറി വളരെ സൗഹാർദ്ദപൂർവ്വം കാശ്മീരി ജനത ഒന്നിക്കുന്ന അവസ്ഥയുണ്ടാവണം. അങ്ങനെ ഒന്നിക്കുന്ന ഒരവസ്ഥ അവിടെയുണ്ട്. ഈ ഭീകരവാദ ആക്രമണത്തെ കാശ്മീരി ജനത അതിശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീർ അസംബ്ലിയിലെ ഒരംഗമാണ് തരിഗാമി എന്താ പറഞ്ഞത്? ഇതുകൊണ്ടൊന്നും, ഈ നാണം കെട്ട ഈ നീചമായ പ്രവർത്തനങ്ങൾ ചെയ്ത ഭീകരവാദ കേന്ദ്രങ്ങൾ അറിയേണ്ടത്, ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തോൽപ്പിക്കാൻ ആവില്ല. ഞങ്ങൾ ഇതിനെയെല്ലാം അതിജീവിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോയിട്ടുള്ളൊരു ജനതയാണ്. കാശ്മീർ ജനത ഒറ്റക്കെട്ടായി ഈ ഭീകരവാദത്തെ നേരിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരോടൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ പറയേണ്ടത്, ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് കാശ്മീരിനെയോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെയോ ലോകത്തൊരു ജനതയുടെയും സ്വതന്ത്രവും പരമാധികാരപൂർണവുമായ നിലനിൽപ്പിനെ അസ്ഥിരപ്പെടുത്താൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് കഴിയില്ല എന്ന കാര്യമാണ് നമ്മൾ പറയേണ്ടത്. ഇത് കേവലമായ ഒരു പാകിസ്ഥാൻ്റെ പ്രശ്നം അല്ല, പാകിസ്ഥാന് പിറകിലുള്ള, അത് നമുക്കെല്ലാവർക്കും അറിയുന്നത്, അവിടുത്തെ ISI, അവിടുത്തെ എല്ലാ കാലത്തെയും സൈനിക ജനറൽമാർ, ഇവരെല്ലാം തന്നെ എന്താണ്? അമേരിക്കൻ സ്കൂളുകളുടെ, അമേരിക്കൻ ചാരകേന്ദ്രങ്ങളുടെ, അമേരിക്കൻ പെൻറ്റഗൺ താല്പര്യങ്ങളുടെ സ്റ്റൂജായി നിന്ന ആളുകളാണ്. അത് എപ്പോഴും നമുക്കറിയാവുന്ന കാലമാണ്. 70കളുടെ അവസാനം ജനറൽ അക്ബർ അലി, അദ്ദേഹം ഒരു അമേരിക്കൻ ഏജൻ്റായിരുന്നു, CIA ഏജൻ്റായിരുന്നു. പെൻറ്റഗൺ നിർദ്ദേശം അനുസരിച്ച് ഈ മേഖലയിൽ സൈനിക തന്ത്രങ്ങൾ ആവിഷ്കരിച്ച ആളായിരുന്നു. ആ കാലത്ത് ISI മേധാവികൾ എല്ലാം എല്ലാ കാലത്തും പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ സൈനിക മേഖലകളിൽ വലിയ രീതിയിൽ അമേരിക്കൻ താല്പര്യങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാവാറുണ്ട്. അതെല്ലാം ചേർന്ന വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയം പാകിസ്ഥാനിലുണ്ട്. ആ പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധിച്ച് വേണം ഈ അതിർത്തി മേഖലയിലെ കടന്നുകയറ്റത്തെയും ഈ ബൈസരൻ താഴ്വരയിലുണ്ടായ നിഷ്ഠൂരമായ നിർഭാഗ്യകരമായ ഈ സംഭവത്തെയും നമ്മൾ
ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ MD ചാക്കോ, നോക്കൂ, പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിന്നാലെ കശ്മീർ താഴ്വര പൂർണ്ണമായും സമാധാനത്തിന്റെ താഴ്വരയായി എന്ന് കണ്ട് പഴയ നിലയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും അവിടെ വേണ്ട എന്ന് തീരുമാനിക്കപ്പെട്ടോ എന്നൊരു സംശയം അതാണ് ആദ്യഘട്ടത്തിൽ ഉന്നയിക്കുമ്പോൾ BJPയുടെ പ്രതിനിധിയും ആ നിലയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. നിലവിൽ അവിടെ പ്രശ്നങ്ങളില്ല എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ നോക്കൂ, അങ്ങനെ ഒരു സമീപനം, അതിലൊരു പാളിച്ച ഉണ്ടായി എന്നുള്ളതാണോ ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്? അതിനൊരു പാളിച്ച ഉണ്ടായി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു യാഥാർത്ഥ്യമാണ്. കാരണം അതിനകത്ത് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ഫോഴ്സസിന്റെ സ്ട്രെങ്ത്, നമ്മുടെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ആർമിയുടെ സ്ട്രെങ്ത് വളരെയധികം, ഇന്റേണൽ സ്ട്രെങ്ത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഈ പുതിയ റിക്രൂട്ട്മെന്റ് പോളിസി വന്ന ശേഷവും പിന്നെ രാജ്യം എടുത്ത ചില തീരുമാനങ്ങൾ, അതായത് ഫോഴ്സസ് ഇത്രയും ആവശ്യമില്ല, 370 വന്നപ്പോൾ നമ്മൾ കുറെ അധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ സെൻട്രൽ പോലീസ് ഫോഴ്സസിനെ കൂടുതലായിട്ട് നമ്മൾ ഇൻഡക്ട് ചെയ്യുകയും ചെയ്ത സ്ഥിതിക്ക് ആർമിയുടെ സ്ട്രെങ്ത് നമുക്ക് കുറയ്ക്കാമെന്ന് എവിടെയോ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്കൊരു അടിയായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ബൈസരൻ താഴ്വര, ഞാൻ അവിടെ ഒരു യൂണിറ്റ് കമാൻഡ് ചെയ്ത വ്യക്തിയാണ്. ഞാൻ അവിടെ 2 വർഷം ഉണ്ടായിരുന്നു. അപ്പോ അമർനാഥ് യാത്ര ഉടനെ തുടങ്ങാൻ പോവുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഏകദേശം ജൂൺ 15 കൂടി കംപ്ലീറ്റ് ഫോഴ്സസ് അമർനാഥ് യാത്രയ്ക്ക് വേണ്ടിയിട്ട്, അമർനാഥ് യാത്രയ്ക്ക് പോകാനുള്ള ഒരു മെയിൻ റൂട്ടാണ് ഇത്. പഹൽഗാം ബേസ് ക്യാമ്പിൽ നിന്നാണ് ആ യാത്ര തുടങ്ങുന്നത്. ചന്ദനവാടി തൊട്ട് ശേഷ്നാഗ് വരെ, അവിടുന്ന് പിന്നെ അങ്ങോട്ട് അമർനാഥ് കേവിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ ജൂൺ 15 കൂടി ഇവിടെ ഫോഴ്സസ് ഡിപ്ലോയ് ആകപ്പെടുകയാണ്. അതിനുശേഷമാണ് യാത്രയ്ക്കുള്ള മറ്റൊരു കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്, പിന്നെ യാത്ര തുടങ്ങുന്നു. അപ്പോൾ ഇതിന്റെ ടൈമിംഗ്, ഈ അറ്റാക്ക് പഹൽഗാം എന്ന് പറയുന്നത്, ഞാൻ അവിടെയുള്ള ചില ആൾക്കാരുമായിട്ട് ഇന്ന് വീണ്ടും സംസാരിക്കുകയുണ്ടായി. അപ്പൊ അവർ പറഞ്ഞത് അവരൊരു സാധാരണ രീതിയിൽ ജമ്മു കാശ്മീരിൽ പലയിടങ്ങളിലും ഹർത്താലും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പഹൽഗാം എന്ന് പറയുന്ന 10 ഗ്രാമങ്ങൾ അടങ്ങിയ ഒരു തഹസിലിൽ ഇതുവരെ ഒരു ഹർത്താൽ പോലും ഉണ്ടായിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അനന്തനാഗ്, അവിടെ നിന്ന് 40 കിലോമീറ്റർ ദൂരെയുള്ള അനന്തനാഗിൽ പല ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പഹൽഗാം എന്ന് പറയുന്നത് ഒരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, കാരണം ആരും, ഫസ്റ്റ് ഓഫ് ഓൾ ആരും അതിന് ഇതുപോലൊരു പ്രവർത്തനം, ഒരു ഭീകര പ്രവർത്തനം അവിടെ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അവിടുത്തെ സാധാരണ മനുഷ്യരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സാറേ ഇവിടെ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇവിടെ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആണ്, ഇവിടെ ഒരിക്കലും ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടില്ല. കാരണം ഇതൊരു മെയിൻ ടൂറിസ്റ്റ് ഹബ്ബാണ്. അപ്പൊ ഈ ടൂറിസ്റ്റ് ഹബിനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനതകള് ഇവർക്കെതിരായിട്ട് തിരിയും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇവർ ഈ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ലഷ്കർ എ തൈബയുടെ ഒരു ശാഖയാണ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 6-8 പേരുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരിൽ 1-2 പേര് പഷ്തോ സംസാരിച്ചിരുന്നു. അപ്പൊ അവര് പാകിസ്ഥാനിൽ നിന്ന് തീർച്ചയായും വന്നവരാണ്. പഷ്തോ സംസാരിക്കുന്നവർ പാകിസ്ഥാനിൽ നിന്ന് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഞാൻ ഇപ്പം ഒരു റിപ്പോർട്ടിൽ വായിച്ചത്, അസിഫ് ഫൗജി എന്ന് പറയുന്ന ഒരു കമാൻഡറാണ് ഈ അറ്റാക്കിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഞാൻ കൂടുതൽ പല കാര്യങ്ങളിലേക്ക് ഞാൻ ടച്ച് ചെയ്ത് പോവുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഞാൻ വേറൊരു കാര്യം കൂടെ അവിടെ നിന്ന് മനസ്സിലാക്കിയത്, ഇപ്പൊ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടെ ഇപ്പോൾ ഉള്ള ട്രൂപ്സ് ഡിപ്ലോയ്മെന്റ്, പ്രത്യേകിച്ച് ബൈസരൻ വാലിയും ഈ പെഹൽഗാമിന്റെ ബേസ് ക്യാമ്പുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒരു നോർമൽ ഒരു ട്രെക്കിംഗ് റൂട്ടാണ്. അത് ആക്ച്വലി ഒരു നല്ല റോഡുള്ളതാണ്. ആ റോഡിന് അവിടെയുള്ള ആൾക്കാർ ഈ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് അവിടെ വണ്ടി പോലും പോകില്ല, ഒറ്റ വണ്ടി പോലും അങ്ങോട്ട് പോകില്ല. എല്ലാവരും ഈ കുതിരയുടെ പുറത്താണ് ഈ ബേസ് ക്യാമ്പിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത്. ബേസ് ക്യാമ്പിൽ നിന്ന് ബൈസരൻ വാലി ഒരു 4 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോ ഇവിടുന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു വണ്ടി പോലും എത്താനുള്ള സൗകര്യമില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് ഈ 1000-1500 പേരോളം അവിടെ പോയി ട്രെക്കിംഗ് നടത്തുകയും തിരിച്ചു വരികയും ഈ കുതിരപ്പുറത്തൊക്കെ സവാരി നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ തീർച്ചയായിട്ടും വളരെയധികം ജാഗരൂകരാകേണ്ട ഒരു ആവശ്യമായിരുന്നു. അതിൽ കൂടെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, 2 ഫെബ്രുവരി 2025 സൈഫുള്ള കസൂരി എന്ന് പറയുന്ന ഡെപ്റ്റി കമാൻഡർ, ലഷ്കർ എ തൈബയുടെ ഒരു ഡെപ്റ്റി കമാൻഡർ, ചക്ര രാവൽപിണ്ടിയിൽ നിന്ന് അടുത്തുള്ള ഒരു സ്ഥലമാണ് ചക്രയിൽ ഒരു പൊതു സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ എന്താണ്, 370 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞു. പക്ഷേ അടുത്ത റംസാനിന് മുമ്പായിട്ട്, അതായത് അടുത്ത ഫെബ്രുവരി 2026 മുമ്പായിട്ട് കാശ്മീരിൽ
നമ്മൾ വളരെയധികം മുന്നോട്ട് പോകും, നമ്മൾ മുന്നേറ്റം നേടിയിരിക്കും എന്നാണ് അദ്ദേഹം പരസ്യമായിട്ട് സംസാരിച്ചത്. അപ്പൊ അത് സംസാരിച്ചത് എന്താണ്? 2 ഫെബ്രുവരി 2025 സംസാരിച്ചത്, ഈ വർഷം. അപ്പൊ അതൊരു വളരെയധികം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ ആണ്. നമ്മൾ അത്ര എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ കാണാൻ പറ്റില്ല. അപ്പൊ അവിടെ ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുള്ളതെന്ന് വളരെയധികം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്റലിജൻസ് ഫെയിലിയർ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും അതായത് 10,500 പേര് ഈ റോഡ് കണക്ഷൻ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബൈസരൻ എന്ന് പറയുന്ന ഒരു വാലിയിൽ ഈ പിക്നിക്കിന് വേണ്ടി പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഇന്റിമേറ്റ് സപ്പോർട്ട് അവിടെ ഒരുക്കേണ്ടത് തീർച്ചയായിട്ടും അവിടുത്തെ യൂണിഫൈഡ് കമാൻഡിനുള്ള ഒരു ചെറിയൊരു ഫെയിലിയർ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ശ്രീ എം ഡി ചാക്കോ, നോക്കൂ, അതിൽ നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ നിലയിലുള്ള ചില ആശങ്കകളും സംശയങ്ങളും ഒക്കെയാണ് ഉണ്ടാകുന്നത്. ഇതിൽ പല ആളുകളും പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടി മടങ്ങി വന്നവരാണ്. ആക്രമണത്തിന് മുൻപ് പലതവണ ഇതേ മേഖലകൾ സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാം, ഇങ്ങനെ ഒരു മേഖലയിൽ പെട്ടെന്ന് വന്ന് ആക്രമണം നടത്തി പോകുകയല്ല. അവർ ആ സ്ഥലത്തിന്റെ ഘടന, ആളുകൾ എത്തുന്ന നില, ഇതൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് ഇതേ ടീം, ഇതേ അംഗങ്ങൾ ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകണം. അപ്പോൾ ഇതൊക്കെയും ഇങ്ങനെ വളരെ നോർമലായി, വളരെ സ്വാഭാവികമെന്ന മട്ടിൽ അവിടെ നടക്കുന്നു എന്നുള്ളത് അത് അല്പം ആശങ്കാജനകം തന്നെയാണ് അല്ലെ, ഇനിയുള്ള കാലത്തായാലും? തീർച്ചയായിട്ടും ആർട്ടിക്കിൾ 370 മാറ്റിയെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഒരു മാജിക് വാൻഡ് ഒന്നും അല്ല ഇത്. ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റി ഉടനെ തന്നെ എല്ലാവരും അവർ പറഞ്ഞ പോലെ കേൾക്കണം എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അവിടെ നമ്മളെല്ലാവരും, ഞാൻ എന്റെ 35 വർഷ സർവീസിൽ 20 വർഷം ജമ്മു കാശ്മീരിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്കറിയാം, ഞാൻ അവിടെ ഓപ്പറേഷൻസ് ലീഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ഞാനൊരു ഇൻഫൻട്രി സോൾജറാണ്. അപ്പൊ എനിക്കറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളും അവിടെയുള്ള പ്രശ്നങ്ങളും. അവിടെയുള്ള സാധാരണ മനുഷ്യര് പോലും വളരെയധികം ബുദ്ധിമുട്ടിലാണ്, അവർക്കറിയാം. പക്ഷെ അതിനകത്ത് കുറെ അധികം ജനവിഭാഗം ഇവർക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. കുറെ ആൾക്കാർ ഒന്നുമില്ലാത്ത, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾക്ക് ഈ ആർട്ടിക്കിൾ 370 മാറ്റിയ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തത് കൊണ്ട് നമ്മുടെ രാജ്യം വളരെ സുരക്ഷിതമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജമ്മു കാശ്മീർ വളരെ സുരക്ഷിതമാണ് എന്ന് നമ്മൾ അതൊരു സ്ട്രക്ചറൽ ചേഞ്ച് നമ്മൾ വരുത്തി. പക്ഷേ എന്ന് വിചാരിച്ച് നമുക്ക് ബാക്കിയുള്ള സപ്പോർട്ടും കൂടെ അതിന് കൊടുത്ത് നമ്മൾ സ്ഥിതികളെ നോർമലൈസേഷൻ ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അത് മിലിറ്ററിയുടെ സ്ട്രെങ്തിന് നമ്മൾ കുറച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏകദേശം നമ്മുടെ ഇന്നത്തെ ആർമിയുടെ സ്ട്രെങ്ത് ഒരു നിയർലി 2 lakhs സ്ട്രെങ്ത് നമുക്ക് കുറവുണ്ട്. നമ്മുടെ ബറ്റാലിയൻസ് ഉണ്ടെങ്കിൽ തന്നെ ഓരോ ബറ്റാലിയൻസിൽ തന്നെ നമുക്ക് സ്ട്രെങ്ത് കുറവുണ്ട്. അപ്പൊ ആ സ്ട്രെങ്ത് എല്ലാം നമ്മൾ ഉടനെ തന്നെ പൂർത്തീകരിച്ച് നല്ല ട്രെയിനിങ് കൊടുത്ത് നമ്മൾ ഇതിനെ തീർച്ചയായിട്ടും പാകിസ്ഥാനെ നമ്മളൊരു പാഠം പഠിപ്പിച്ചേ പറ്റുള്ളൂ. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു മിലിറ്ററി സോൾജർ എന്ന നിലയ്ക്ക് എന്റെ രക്തം ഇപ്പൊ തിളക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അവർക്കൊരു പാഠം കൊടുക്കണം. അതിനൊരിക്കലും നമുക്ക് പുറത്ത് നിൽക്കാൻ പാടില്ല. നമ്മുടെ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ തന്നെയും നമ്മളുടെ ഒരു ജവാൻ അവരുടെ 10 ജവാൻ ഈക്വൽ ആണ്. നമുക്ക് അതിന് ചെയ്യാനുള്ള തന്റെ ഇടമുണ്ട്, അതിനുള്ള കഴിവുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളിങ്ങനെ ആക്രോശം ചെയ്തുകൊണ്ട് യുദ്ധങ്ങളൊന്നും ഒരിക്കലും നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. അപ്പം നമ്മൾ അതിനേതായിട്ടുള്ള രീതിയിൽ നമ്മൾ സജ്ജമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പൊളിറ്റിക്കൽ ഡിസിഷൻസിനെ നമ്മൾ മറ്റുള്ള രീതിയിൽ അതിനെ ഒരു സ്റ്റീൽ സ്ട്രക്ചർ ഉണ്ടാക്കി അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, പ്രിൻറ്റു മഹാദേവ്, ഇത്തരത്തിലുള്ള ചില പൊളിറ്റിക്കൽ ഡിസിഷൻസ് മുൻപുണ്ടായത് അത് ചില തരത്തിൽ പാളി എന്നുള്ളതാണ് ആ രംഗത്തെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്. അല്പം മുമ്പ് താങ്കൾ പറഞ്ഞത് ഇപ്പോൾ കാശ്മീരിൽ ഞാൻ അസ്വസ്ഥമായ താഴ്വര എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല നിലവിലെ സ്ഥിതി, നിലവിലെ സാഹചര്യം എന്ന് പ്രിൻറ്റു മഹാദേവ് പറഞ്ഞു. അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ ആഗ്രഹത്തിനൊക്കെ അപ്പുറം യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക പദവി റദ്ദാക്കിയത് കൊണ്ട് തൊട്ടടുത്ത ദിവസം അവിടെ സമാധാനം പുലരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യല്ലോ പ്രിൻറ്റു മഹാദേവ്. ഈ സേനയിലുള്ള പട്ടാളക്കാരുടെ കുറവടക്കം, കശ്മീരിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികർക്കുള്ള ഇരട്ടി ജോലിഭാരം അടക്കം, സുരക്ഷാ ഏജൻസികൾ ഉണ്ടാകുന്ന പിഴവടക്കം നമ്മൾ മുൻപും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമായി ഇതായി സംഭവം മാറുന്നു. നിരാലംബരായ മനുഷ്യർക്ക് അവിടെ ജീവൻ ബലി കഴിപ്പിക്കേണ്ടി വരുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഇതിന് നമ്മുടെ സംവിധാനങ്ങൾക്ക്, സ്റ്റേറ്റിന് ഇതിന് ഉത്തരവാദിത്തമുണ്ട് പ്രിൻറ്റു മഹാദേവ്. അല്ല, ഇതിനകത്ത് ആർട്ടിക്കിൾ 379 എടുത്തു കളഞ്ഞത് കൊണ്ട് മാത്രം അവിടെ ഏതെങ്കിലും രീതി മാറ്റമെന്നുള്ളത് ഉദ്ദേശിച്ചത്. സ്വാഭാവികമായിട്ടും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാശ്മീരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആർട്ടിക്കിൾ 370 ആയിരുന്നു.
അതിനുശേഷമുണ്ടായിട്ടുള്ള കാശ്മീരിൻ്റെ പരിവർത്തനത്തെ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാശ്മീർ വികസന പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, പണ്ടൊക്കെ സമയത്ത് ഈ മിലിറ്ററി ഫോഴ്സ് സ്വാഭാവികമായിട്ട് ആ പ്രദേശത്തേക്ക് വരുന്ന സമയത്ത് ഈ മിലിറ്ററിയെ കല്ലെറിയുന്ന ജനങ്ങളെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ന് ഏതെങ്കിലും തലത്തിൽ ഇതുപോലത്തെ ഭീകരാക്രമണം ഉണ്ടായിട്ട് ഭീകരർക്കുള്ള സെറ്റിൽമെൻ്റ് ഒരുക്കുന്ന തദ്ദേശീയരായ ആളുകളെ നമ്മൾ കാശ്മീർ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, അവിടെയുള്ള മാറ്റം നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ലുലു ഗ്രൂപ്പിനെ പോലെയുള്ള അംബാനിയെ പോലെയുള്ള വിവിധ ആളുകൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തരുന്നു. അവിടുത്തെ ചെറുപ്പക്കാരായ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു. ഇന്നലെ കല്ലെറിഞ്ഞവർ ഇന്ന് ആപ്പിളിന് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് വരുമാന മാർഗം കണ്ടെത്തുന്നു. ആഗോള തലത്തിലുള്ള കാശ്മീർ ആപ്പിൾ ആയിക്കോട്ടെ, കാശ്മീരിലെ കുങ്കുമായിക്കോട്ടെ ബ്രാൻഡായി മാറുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ യുവജനങ്ങളുടെ കായികപരമായ വികാസത്തിന് വേണ്ടി നിരവധി ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള യുവാക്കളുള്ള ഇങ്ങനെയൊക്കെയായി കശ്മീർ പോലൊരു ഇടം ഇങ്ങനെ മാറുമ്പോൾ ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കും എന്ന് കരുതിയിടത്തല്ലേ നമുക്ക് പാളിച്ച പറ്റിയത് എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഈ പാകിസ്ഥാനെ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനെയും അവരെ ഇതിലേക്ക് നയിക്കുന്ന ശക്തികളെയും പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ലളിതമായ ലോജിക്ക്. അല്ല, അത് കൃത്യമായിട്ട് അറിയാമല്ലോ. കാശ്മീരിലെ ശാന്തിയും സമാധാനം, ഇന്ത്യയുടെ ഐക്യയും അഖണ്ഡതയും ഒന്നും ഇവിടുത്തെ ഭീകരവാദികളായിട്ടുള്ള പാകിസ്ഥാനോ ലഷ്കർ എ തോയ്ബയോ അവരുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് നേരത്തെ കെ ടി കുഞ്ഞിക്കണ്ണൻ സാറൊക്കെ പറഞ്ഞപ്പോൾ അസ്ഥിരമായിട്ടുള്ളൊരു സാമ്പത്തിക ഘടനയും അസ്ഥിരമായ ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇത്തരത്തിലുള്ള വെല്ലുകളുമായിട്ട് നമ്മൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് രാജ്യം ഇതിനെ കൃത്യമായിട്ട് നേരിടും. കാരണം ഇന്നലെ നമ്മൾ അവിടെ കണ്ട കണ്ണീര്, ഭർത്താവിൻ കൺമുമ്പിൽ വെച്ച് ഭർത്താവ് പിടഞ്ഞു വീണ് മരിക്കുന്നത് കാണുന്നു, സ്വന്തം അച്ഛനെ നഷ്ടപ്പെടുന്ന കുഞ്ഞിന്റെ കണ്ണീര് കാണുന്നു, മുത്തശ്ശനെ നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ കഞ്ഞിര് കാണുക. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിൽ പൗരന്മാർക്ക് നേരെയുള്ള ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന്റെ മടയിൽ കയറി തിരിച്ചടിച്ച പാരമ്പര്യം തന്നെയാണ് നമുക്കുള്ളത്. അതിനകത്തൊരു വിട്ടുവീഴ്ചയും ഈ സർക്കാർ ചെയ്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു പ്രദേശത്തെ വികസനത്തിലേക്ക് വരുന്ന സമയത്ത് ആളുകൾ റിലാക്സ് ആയി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പെഹൽഗാമിനകത്ത് നോക്കൂ, 2019 ശേഷം പെഹൽഗാമിലേക്ക് വരുന്ന സഞ്ചാരികളുടെ എണ്ണം വളരെ വലിയ രീതിയിലാണ്. പിന്നെ പ്രാദേശികമായ സഹായമില്ലാതെ അവിടെ ഭീകരവാദ സംഘടനകൾക്ക് നുഴഞ്ഞു കയറാൻ സാധിക്കില്ല. കാരണം കാശ്മീർ വാലിയിലെ ജനങ്ങളാണ് ടൂറിസത്തെ ഏറ്റെടുത്തത്. അവരാണ് മിലിറ്ററിക്ക് പകരം സ്വയം സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ സഹോദരന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ സംരക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇത്തരം പെഹൽഗാലി പോലുള്ള സ്ഥലത്ത് അവിടെ പ്രാദേശികമായിട്ട് ഈ ഭീകരവാദ സംഘടനകൾക്ക് സഹായം കിട്ടാതെ അവിടേക്ക് സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നമ്മുടെ സിവിലിയന്മാർക്കിടയിൽ പോലും രഹസ്യാന്വേഷണമായിട്ട് മിലിറ്ററി സഹായത്തോടെ പ്രവർത്തിക്കുന്ന യുവാക്കൾ അവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ട് അവർ മിലിറ്ററി വേഷം ധരിച്ച ആളുകളൊന്നും ആയിരിക്കില്ല. പക്ഷേ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന പോലെ അവിടുത്തെ തദ്ദേശീയരായ ആളുകളുടെ സഹായം കിട്ടിക്കൊണ്ടാണ് മതര ഭീകരവാദികളുടെ എത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് നമ്മൾ കൃത്യമായി കണ്ടെത്തും. അതിനകത്തൊരു സംശയവും വേണ്ട. പക്ഷേ ഇതൊരു ജാഗ്രതയ്ക്കുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ രാജ്യത്ത് സ്വാഭാവികമായിട്ടൊരു ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ വീഴ്ചയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആകെ തകർന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. സ്വാഭാവികമായിട്ട് നോക്കി, അവിടെ ഐക്യവും അഖണ്ഡതയും സമാധാനം ഉണ്ടായത് കൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് ആളുകൾ കാശ്മീരിൽ സ്വത്വവിഹാരത്തിലേക്ക് പോയത്. നമ്മൾ കഴിഞ്ഞ വർഷമാണ് നമ്മൾ കണ്ടത്, നമ്മുടെ രാഹുൽ ഗാന്ധി അടക്കം അവിടെ മഞ്ഞിൽ പോയിട്ട് കളിക്കുന്നത് കണ്ടു. കേരളത്തിലെ 4 MLA മാർ, ഇപ്പം നോക്കൂ, കേരളത്തിലെ 4 MLA ഈ ചടങ്ങുകളൊക്കെ പങ്കെടുത്തു. അവിടെ സ്വസ്ഥതായി സമാധാനത്തോടുകൂടി കാശ്മീരിലേക്ക് പോയത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ അതൊക്കെ അവിടെ കാണിക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് കാശ്മീർ പഴയതുപോലെയല്ല. പക്ഷേ കാശ്മീർ പഴയതുപോലെയല്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള മതഭീകരവാദ ശക്തികൾ ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ ഒന്നും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം മതഭീകരവാദികൾക്കെതിരെയുള്ള പോരാട്ടം, ആ പോരാട്ടം ഈ രാജ്യം വിട്ടുവീഴ്ചയ്ക്കില്ല. കാരണം നമ്മൾ പറയുന്ന പോലെ ഒരു വിഭാഗത്തിലെ എല്ലാ ആളുകളും മതഭീകരവാദികളാണെന്നുള്ള അഭിപ്രായം ഈ രാജ്യത്തെ ആർക്കുമില്ല. ഇപ്പം നോക്കൂ, ഇപ്പോൾ കാശ്മീരിലേക്ക് പോയിക്കൊണ്ട് അവിടെ ഇന്ത്യൻ സൈന്യത്തിനെതിരെ പോരാടിക്കൊണ്ട് മരിച്ചിട്ടുള്ള ഫയാസ്, ആ ഫയാസിന്റെ ഉമ്മയുടെ പാരമ്പര്യം ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ പാരമ്പര്യമാണ്. ഫയാസിന്റെ ഉമ്മ പറഞ്ഞത് മതഭീകരവാദ പ്രവർത്തനത്തിന് പോയിട്ടുള്ള ആ മകന്റെ ശവം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ ധീരയായിട്ടുള്ള ഉമ്മമാരുള്ള നാടാണ് ഈ കേരളം പോലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് കാശ്മീരിലെ ജനത മാറിയിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കാരണം അവിടെ തെരുവീതികൾ, അവിടെ ഉണർന്ന മുദ്രാവാക്യങ്ങൾ, അവിടെ നോക്കും, അവിടെ പത്രങ്ങൾ, ചരിത്രത്തിൽ ആദ്യമായിട്ട് പത്രങ്ങളൊക്കെ ബ്ലാക്ക് ആയിട്ടാണ് പത്രങ്ങൾ ഇറക്കിയത്. അവിടെ ഇന്ന് ബന്ധു പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കാശ്മീർ മാറുകയാണ്. പിന്നെ സ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങളെ നമ്മുടെ രാജ്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് രാജ്യത്ത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളെ പോലെയുള്ള ആർക്കും കാശ്മീരിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടുത്തെ ജനങ്ങളുമായി ഹൃദയത്തിൽ ഇടം പിടിക്കാനുള്ള അവസരങ്ങളുണ്ട്. കാശ്മീർ പോലെയുള്ള ഈ രാജ്യത്തിൻ്റെ സിന്ദൂര തിലകാഞ്ചിതമായി നിൽക്കുന്ന ആ പ്രദേശത്തെ നെഞ്ചോട് ചേർത്തവർ തന്നെയാണ്
തന്നെയാണ് നമ്മുടെ പാരമ്പര്യം. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിൽ ഏതെങ്കിലും ഒക്കെ ഒരു ഇത്തരത്തിലുള്ള സുരക്ഷാപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സുരക്ഷാപരമായ പ്രശ്നങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അവരെ ഈ വെടിയുണ്ട കൊണ്ട് തന്നെയാണ് നേരിടുക എന്നുള്ളതാണ് സർക്കാരിന്റെ പോളിസി. തീർച്ചയായും പ്രിഞ്ചു മഹാദേവ, മത തീവ്രവാദത്തിനെതിരെയുള്ള യോജിച്ച പോരാട്ടമാണ് ഈ ഘട്ടത്തിൽ രാജ്യം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ശ്രീ എം കെ ഭദ്രകുമാർ. ഇതിനോടകം വരുന്ന പ്രതികരണങ്ങളൊക്കെ പക്ഷേ വൈകാരികമാണ്, അത് സാധാരണക്കാരായ ജനങ്ങളുടേത് പോലും അങ്ങനെയാണ്. അപ്പോൾ ആ താല്പര്യത്തിനനുസരിച്ച് ഒരു സർക്കാരിന് പ്രവർത്തിക്കുക എന്നുള്ളതൊന്നും യാഥാർത്ഥ്യത്തിൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങളുമായി ബന്ധപ്പെട്ട പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഞാൻ ശ്രദ്ധിച്ചത് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയേക്കുമെന്ന് ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ വൈകാരിക തലത്തിനപ്പുറം എത്ര കണ്ട് എളുപ്പത്തിൽ സാധിക്കുന്നതാണ് ശ്രീ എം കെ ഭദ്രകുമാർ? അത് എളുപ്പത്തിലുള്ളതല്ല എന്ന് വെച്ചിരുന്നാൽ അത് ആർബിട്രേഷന് പോകേണ്ടി വരും, അതൊക്കെ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. അത് ഒരു 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 മീഡിയം ടേം ലോങ് ടേം പെർസ്പെക്റ്റീവില് ഈ ബന്ധത്തിനെ ഏത് രീതിയിൽ നയിക്കാമെന്നുള്ളതിന്റെ ഒരു ഘടകമായിട്ട് മാറും. അത് ഇപ്പോൾ ഈ പ്രശ്നത്തിന് താൽക്കാലികമായിട്ടുള്ള ഒരു ശാസനം പോലും അത് കാരണം ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല. ഇതിനെ വളരെ ഫേമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. ഇത് മാസ്റ്റർ മൈൻഡ് ആരാണെന്നുള്ളത് കൂടുതൽ വ്യക്തതയോടുകൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ അടിക്കേണ്ടി വരും. പക്ഷെ അതിലുള്ള ഒരു വലിയ പ്രശ്നം വരുന്നത് അത് ഓവർ റീച്ച് ചെയ്യുകയും ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചിരുന്നാൽ ഓവർ റീച്ച് ചെയ്യുമ്പോൾ അവരുടെ പ്രാഥമികമായിട്ടുള്ള അവരുടെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നു, ഇതൊരു ബ്ലീഡിംഗ് വൂണ്ടാണ്, അന്താരാഷ്ട്ര രംഗത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ഇത്തരത്തിലുള്ള പ്രശ്നത്തിന്. പഴയ തരത്തിലുള്ള പാകിസ്ഥാൻ അല്ല ഈ ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇപ്പോൾ ഉള്ളത്. അമേരിക്കയുമായിട്ട് അത്ര നല്ല ബന്ധമല്ല പാകിസ്ഥാൻ ഉള്ളത്. അതേസമയം റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും വളരെ അടുത്തിട്ടുള്ള ബന്ധമാണ്, ഇറാനുമായിട്ടും വളരെ അടുത്തിട്ടുള്ള ബന്ധമാണ്. അത് കാരണം പാകിസ്ഥാന് പിന്തുണ കിട്ടില്ല മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് എന്ന് നമ്മൾ ചിന്തിക്കരുത്. കിട്ടും, അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് അത് കിട്ടും. അപ്പൊ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇന്ത്യയിൽ നിന്ന് വേണ്ടി വരുന്നത്. കഴിഞ്ഞ ഫസ്റ്റ് ടൈമില് ട്രംപ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് സന്നദ്ധതയുണ്ട് കാശ്മീർ പ്രശ്നം പരിഹരിക്കാനെന്ന്, ഒരവസരം കിട്ടുകയാണെങ്കിൽ. അപ്പൊ അത്തരത്തിലുള്ള ഇടപെടലുകളും മറ്റും ഉണ്ടാകും. അതൊക്കെ പാകിസ്ഥാന്റെ സ്വപ്നലോകത്തിലുള്ള ചിന്തകളാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നുള്ളത്. ഇന്ത്യ ഒരു കാലത്തും അത് അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല തേർഡ് പാർട്ടി മീഡിയേഷനൊന്നും. പക്ഷെ അത് അവർ ശ്രമിക്കാതിരിക്കത്തില്ല അത്തരത്തിലുള്ള കാര്യങ്ങളിൽ. അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതികരണം രാജ്യത്ത് നിന്ന് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതികരണം തന്നെ ഉണ്ടാകുമെന്നാണ് എനിക്കും തോന്നുന്നത്. ഞാൻ ഇന്നത്തെ സ്ഥിതി ഇത് കണ്ടിടത്തോളം, ഈ വാർത്തകൾ കിട്ടുന്നിടത്തോളം. പക്ഷെ അതേസമയം ഓവർ റീച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ കടക്കരുത്. നമ്മളുടെ ട്രംപ് കാർഡുകൾ ഇന്ന് വളരെയധികം നമുക്കുണ്ട്. അല്ല, ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ ശ്രീ എം കെ ഭദ്രകുമാർ, ഈ സമീപകാലത്ത് നമ്മൾ അപൂർവമായാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ സിവിലിയൻസിന് നേരെ നടക്കുന്ന ഒരു സംഭവം കാണുന്നത്. ഒരുപക്ഷെ ഇതിന് മുൻപ് മുംബൈ ഭീകരാക്രമണത്തിലായിരിക്കും ഈ നിലയിൽ ഒരു ഇടപെടൽ ഉണ്ടായത്. അപ്പോൾ ഇവിടെയും അങ്ങനെ ഉണ്ടാകുകയാണ്. അപ്പോൾ ഇതിന് മുൻപ് കശ്മീരുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളൊക്കെയും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, സൈനികർക്ക് നേരെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ വിനോദസഞ്ചാരികളെ തിരഞ്ഞുപിടിച്ച് അറ്റാക്ക് ചെയ്യുന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കണം? ഇത് ഞാൻ പത്രത്തിൽ കണ്ടു ഇത്തരത്തിലുള്ള ഒരു ചിത്രീകരണം. അത്ര ശരിയാണെന്നും തോന്നുന്നില്ല. 90കളിൽ ഞാൻ ഈ പ്രശ്നം കൈകാര്യം ചെയ്തിട്ടുള്ളതായിരുന്നു. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിലെ കാശ്മീർ യൂണിറ്റ് എന്റെ ചുമതലയായിരുന്നു 3.5 വർഷക്കാലം. അന്ന് വളരെ മോശപ്പെട്ട സംഭവങ്ങളായിരുന്നു അവിടെ നടക്കുന്നത്. ചരാർ ഇഷ്യൂ കത്തുന്നു. ഇതൊക്കെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ആണോ? അല്ല, സിവിലിയൻ ഇൻസ്റ്റലേഷൻ, സിവിലിയൻ അസറ്റ്സ് ആണ്. അത്തരത്തിലുള്ള വളരെ വളരെ പുരാതനമായിട്ടുള്ള ഒരു ഷ്രൈൻ അതിന് കത്തിച്ചു കളയുന്നു. അപ്പോൾ അവർ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഇതിൽ കൊണ്ടുവരും. അത് കാരണമല്ല ഇന്ന് പക്ഷെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ടാർഗറ്റിന് എടുത്തിരിക്കുന്നത് അത് ഗ്യാരൻറ്റീഡ് ആണ്, ഒരു ഹൈ പ്രൊഫൈൽ ടാർഗറ്റ് ആണെന്നുള്ളത്. ഗ്യാരൻറ്റീഡ് ആണ് അത് ഇന്റർനാഷണൽ ലൈം ലൈറ്റിൽ വരും. ഇത്തരത്തിലുള്ള അവിടുത്തെ ടൂറിസ്റ്റ് ട്രാഫിക്കില് വിദേശരും വരുന്നുണ്ടെന്നുള്ളതെല്ലാം ഇവർ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും കഴിഞ്ഞ മാസങ്ങളിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇതില് മാക്സിമം ഇഫക്റ്റിന് വേണ്ടിയുള്ള ഒരു സ്ട്രൈക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അത് കാശ്മീരിലെ ആളുകളെ അതിൽ ഉൾപ്പെടുത്തുന്നതിന് അവർക്ക് യാതൊരു താല്പര്യവുമില്ല. ഞാൻ വിചാരിക്കുന്നത് അവിടുത്തെ ചിന്താഗതി അനുസരിച്ച് ആളുകൾ ഇനി ഇതിന് പിറകെ പോയി ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് ഇടപെടുന്നു, പഴയ രീതിയിൽ ഉള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെ അവർക്ക് അതല്ല അവരുടെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം ഇത് ടേബിളിന്റെ മേലേല് ഈ പ്രശ്നം, ഈ ഫയല് വീണ്ടും തുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രതികരണമാണെങ്കിൽ
അത് അവരെ ഉടനെ ചെണ്ടയടിച്ചു തുടങ്ങും, ഒരു യുദ്ധത്തിലോട്ട് പോകാൻ പോകുന്നു, ന്യൂക്ലിയർ ഫ്ലാഷ് പോയിന്റ് ആകുന്നു. അപ്പൊ ഇന്ന് തന്നെ എടുക്കുക, യുക്രൈൻ, മിഡിൽ ഈസ്റ്റ്, ഗാസ, ഇറാൻ, പാകിസ്ഥാൻ, ഇതൊക്കെ വരുന്ന സമയത്തേക്ക് ഏത് രീതിയിലാണ് നമ്മൾ അതിൽ ഉൾപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ കണക്കിലെടുക്കണം. നമ്മളുടെ അജണ്ട വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അജണ്ടയാണ്. ഇന്നലെ ജയ്പൂരില് വാൻസ് പ്രസംഗിച്ചത് എന്റെ അഭിപ്രായത്തിൽ വളരെ നല്ല ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പോളിസി സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ത്യയോടുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സമീപനത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചത്. അപ്പം നമ്മള് വളരെ ഭംഗിയായിട്ടാണ് എന്റെ അഭിപ്രായത്തിൽ അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അമേരിക്കയുമായിട്ടുള്ള ബന്ധം അത് ഒട്ടും വിട്ടുകൊടുക്കാതെ നമ്മളുടെ താല്പര്യങ്ങളെ സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്തിട്ട് അതേസമയം നേട്ടങ്ങൾ ഉണ്ടാക്കുക, നമ്മളുടെ രാജ്യത്തിന്റെ പ്രത്യേകിച്ചും സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുക, ഇൻവെസ്റ്റ്മെന്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അതിലാണ് ശ്രദ്ധ നമുക്കുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ആ ശ്രദ്ധയിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതും പാകിസ്ഥാൻ വലിയ താല്പര്യമാണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ആ രാജ്യവും നമ്മളും തമ്മിലുള്ള അന്തരം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഈ സംസാരിക്കുന്നതിനിടയിൽ തന്നെയും അത് മനസ്സിലാക്കണം. അവരൊരു ഫെയിലിംഗ് സ്റ്റേറ്റ് ആണ്. അത് വളരെ പരിതാപകരമാണ് അവരുടെ സ്ഥിതി. അതിനെക്കുറിച്ച് ഞാനത് ജുബിലന്റ് ആവുന്നു എന്നുള്ള രീതിയിലല്ല ഞാനത് പറയുന്നത്. അപ്പോൾ അവരുടെ ഭീതി അതാണ്. ഇത് ഇന്ത്യ ഈ പ്രശ്നം പരിഹരിക്കും. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ, ഇപ്പം ആരും നേരത്തെ പറഞ്ഞില്ലേ 2026 അവരൊരു ടാർഗറ്റ് ആക്കിയിരിക്കുകയാണെന്ന്. അവര് വളരെ ഫ്രൈറ്റൻഡ് ആണ്, വളരെ ഫ്രാന്റിക് ആണ് ഈ കാര്യത്തിൽ. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ എവിടെ എത്തും? ഈ പ്രശ്നം പരിഹരിക്കും. അതോടുകൂടി കഴിഞ്ഞിരുന്നാല് അവരൊരു സബോർട്ടൻ സ്റ്റേറ്റ് ആയിട്ട് ഈ ലോകത്തിലെ ഈ ഭാഗത്ത് ഒതുങ്ങേണ്ടി വരും, ഇന്ത്യയുടെ പിറകിൽ നിൽക്കുന്ന ഒരു രാജ്യമായിട്ട്. അപ്പൊ അത് എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിലുള്ള നമുക്ക് പ്രതികരണം വേണ്ടത്. അത് തീർച്ചയായിട്ടും എന്റെ അഭിപ്രായത്തിൽ പ്രൈം മിനിസ്റ്റർ മോഡി അത്തരത്തിലുള്ള ഒരു വളരെ സഗേഷ്യസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും കൊടുക്കുന്നത്. വീണ്ടും ചർച്ചയിലേക്ക് ബ്രിഗേഡിയർ MD ചാക്കോ, ഇവിടെ കശ്മീർ ജനതയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ആശങ്ക ഇനിയുള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. ഇന്നുള്ള പ്രതികരണങ്ങളൊക്കെ അങ്ങനെയാണ്. അതിനെ ശരിവയ്ക്കുന്ന ചില കണക്കുകളൊക്കെ, പ്രത്യേകിച്ചും അവിടേക്കുള്ള ഈ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കൂട്ടത്തോടെ വിമാന ടിക്കറ്റുകളൊക്കെ റദ്ദാക്കുന്ന ചില വാർത്തകളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള ഇടപെടലുകൾ, ആ നിലയിലുള്ള ചില പരിണിത ഫലങ്ങൾ ഇതിനുണ്ടോ എന്ന് അവർ ഭയക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ അങ്ങനെയല്ല എന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക് എടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളാണ്, നമ്മുടെ സൈനികരാണ്, അല്ലേ? അതെ, പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ. സാധാരണ രീതിയിൽ ഈ ടെററിസ്റ്റ് സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്നത് മിലിറ്ററി ടാർഗറ്റ്സിനെതിരായിട്ടാണ്. സാധാരണ രീതിയിൽ പാവപ്പെട്ട ഈ സിവിലിയൻസിനെ, അല്ലെങ്കിൽ മെയിൻലി സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സിവിലിയൻസ് അല്ല, അവിടെയുള്ള ഹിന്ദുക്കളെയല്ല അവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അവിടെയുള്ള സാധാരണ അവിടേക്ക് പോയിരിക്കുന്ന നമ്മളുടെ ഈ സെറ്റപ്പിനെ വിശ്വസിച്ച് അവിടെ പോയി എൻജോയ് ചെയ്യാൻ പോയിരിക്കുന്ന ടൂറിസ്റ്റ് ആയിട്ടുള്ള സാധാരണ നിരാലംബരായ വെറും പാവപ്പെട്ട മനുഷ്യരെയാണ് അവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതിന്റെ 3-4 കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഇതിനെ ഒന്ന് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ സിവിലിയൻസിനെ ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. 10-32 പേരെ അവർ വെടിവെച്ച് കൊന്നിരിക്കുന്നു. അപ്പൊ അവർക്കറിയാം ഈ ഒരു ഏരിയ, പേൽഗാം എന്ന് പറയുന്ന ഏരിയയിൽ അങ്ങനെ പെട്ടെന്നൊന്നും ആർമിയുടെ അല്ലെങ്കിൽ മറ്റുള്ള സെക്യൂരിറ്റി ഫോഴ്സസ് ഒന്നും പെട്ടെന്ന് എത്തില്ല. കാരണം അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവര് ഈ ബേസലിൻ വാലി കഴിഞ്ഞാൽ പിന്നെയുള്ളത് മൊത്തം ഭയങ്കര ഘോരമായ കാടുകളാണ്. ആ കാടുകളിലേക്ക് അവർക്ക് പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് പോവുകയും ചെയ്യാം, അവർക്ക് ഉടനെ രക്ഷപ്പെടുകയും ചെയ്യാം. അപ്പൊ ഇവരിത് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണലും നാഷണലുമായിട്ടുള്ള ഒരു അറ്റൻഷൻ, നമ്മുടെ ഒരു ശ്രദ്ധ എല്ലാവരുടെയും പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ഒരു മിലിറ്ററി ടാർഗറ്റിനെ ഒരു ടെററിസ്റ്റ് ഓപ്പറേഷൻ ജമ്മു കാശ്മീർ നടന്നു കഴിഞ്ഞാൽ ഇത്രയും ശ്രദ്ധ ഒരിക്കലും പിടിച്ചുപറ്റാൻ പറ്റില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് നഷ്ടമുണ്ടാവും. അവർ വെടിവെക്കുമ്പോൾ തിരിച്ച് പട്ടാളത്തിന് വെടിവെച്ച് കഴിഞ്ഞാൽ അവർ വിടില്ല. അവർ തിരിച്ച് അങ്ങോട്ടും വെടിവെക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് കൊളാറ്ററൽ ഡാമേജസ് ഉണ്ടാവും. അങ്ങനെ ആ കാര്യം അത്ര ശ്രദ്ധയിൽ പെടുന്ന കാര്യമല്ല. അവർക്ക് വളരെ സ്റ്റെർലിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തി ഈ ലോകത്തിനോട് മുഴുവൻ പറയണമായിരുന്നു, ആർട്ടിക്കിൾ 370 മാറ്റിക്കൊണ്ടൊന്നും ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും വരാൻ പോകുന്നില്ല, ഞങ്ങൾ ഇനിയും ഇതുപോലുള്ള അറ്റാക്കുകൾ നടത്തും എന്നുള്ള ഒരു മെസ്സേജ്, ഒരു സിഗ്നലിംഗ് അവർ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റു 2-3 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നമ്മളുടെ പ്രൈം മിനിസ്റ്റർ സൗദി അറേബ്യ, ഒരു മുസ്ലിം കൺട്രിയായ സൗദി അറേബ്യയിൽ വിസിറ്റിലാണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഓഫ് USA ഇവിടെ വിസിറ്റ് ചെയ്ത് പോയിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ ടൈമിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ടൈമിംഗിൽ ഒരു മിലിറ്ററി ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പൊ അവിടെയാണ് ഇവര് ഈ പാവപ്പെട്ട ഈ മനുഷ്യരെ, ഈ 10-32 പേരെ അവര് കുരുതി കൊടുത്തു.
അപ്പോ അവരുടെ ഒരു ശരിയായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് അവർ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പിന്നെയും ആ പഴയ കാര്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ആർട്ടിക്കിൾ 370 ചെയ്തതുകൊണ്ട് ഞാൻ വളരെയധികം യോജിക്കുന്നു. ഇവിടെ പ്രതിനിധി വന്നിരിക്കുന്ന ആൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം നമുക്ക് എപ്പോഴും ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതി ഉണ്ടാവണം. നമ്മുടെ രാജ്യം നന്നാവണമെങ്കിൽ നമുക്ക് വളരെയധികം റെവല്യൂഷണറി ആയിട്ടുള്ള പല പല മാറ്റങ്ങൾ വരുത്തണം. പക്ഷെ അതിന് ഒരിക്കലും നമ്മൾ അതിന് എതിരല്ല. പക്ഷെ അതിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ട്രബിൾഡ് സ്റ്റേറ്റ് ആണ്. ഇത്ര നാളായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഇതിന്റെ പ്രത്യാഘാതം എന്താ ഉണ്ടാകാൻ പോകുന്നത്? നമ്മുടെ ഇന്റലിജൻസ് വളരെ ഭംഗിയായിട്ട് അവിടെ വർക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ആ ഇന്റലിജൻസ് ഇൻപുട്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനുള്ള ഒരു നമ്മുടെ സജ്ജമാക്കിയിട്ടുള്ള നമ്മുടെ ഫോഴ്സസ് അതിനനുസരിച്ച് സജ്ജമായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ പാവപ്പെട്ട മനുഷ്യർ, നമ്മൾ വിശ്വസിച്ച് അവിടെ പോകുന്ന ആൾക്കാർ ഇതുപോലെ അവരുടെ ഡെഡ് ബോഡീസ് തിരിച്ചു വരും. ഇതിനാരാണ് ഉത്തരവാദി? അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. തീർച്ചയായും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ പറഞ്ഞത്. വളരെ നന്ദി ശ്രീ ബ്രിഗേഡിയർ MD ചാക്കോ, MK ഭദ്രകുമാർ, KT കുഞ്ഞിക്കണ്ണൻ, പ്രിൻറ്റു മഹാദേവ ന്യൂസ് ആൻഡ് വിസിൽ സഹകരിച്ചതിന്.